നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. മോദിയുടെ വിദേശ പര്യടനം. ഖജനാവിൽ നിന്ന് ചെലവായത് 558 കോടി. നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടാൻ വരട്ടെ. വാർത്ത വിശദമായി നോക്കാം. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള 5 വർഷ കാലയളവിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 558.01 കോടി രൂപയാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസനും സഞ്ജയ് സിംഗും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റയാണ് ഈ ഔദ്യോഗിക കണക്കുകൾ പാർലമെന്റിൽ അറിയിച്ചത്. 2026 മാത്രം ഓഗസ്റ്റ് മാസം വരെയുള്ള യാത്രകൾക്കായി 74.59 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഈ കാലയളവിൽ നോർവേ, ഇസ്രായേൽ, മലേഷ്യ, ന്യൂസിലൻഡ് തുടങ്ങി 13 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഇതിൽ ഏറ്റവും ഉയർന്ന തുക ചെലവഴിച്ചത് 17.47 കോടി രൂപയായ ചെലവായ നോർവേ സന്ദർശനത്തിനായിരുന്നു. ഇസ്രായേൽ യാത്രയ്ക്ക് 11.92 കോടി രൂപയും സീഷൽ സന്ദർശനത്തിന് 8.22 കോടി രൂപയുമാണ് തുക വകയിരുത്തിയത്. അതേസമയം അദ്ദേഹത്തിന്റെ ഫ്രാൻസ് യാത്രയുടെ ചെലവുകൾ മന്ത്രാലയം ഇപ്പോഴും തിട്ടപ്പെടുത്തി വരികയാണ്. കഴിഞ്ഞ 5.5 വർഷത്തിനിടയിൽ വിദേശ സന്ദർശനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തുക നീക്കിവെക്കേണ്ടി വന്നത് 2025-ലാണ്. അക്കൊല്ലം മാത്രം 187.83 കോടി രൂപയാണ് സന്ദർശനങ്ങൾക്കായി ചെലവഴിച്ചത്. ഇതിന് തൊട്ടു മുമ്പത്തെ വർഷമായ 2024 യാത്രകൾക്കായി 110.01 കോടി രൂപ ചെലവഴിച്ചിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ആകെ 79 വിദേശ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക പര്യടനം നടത്തിയത്. വർഷം തിരിച്ചുള്ള സന്ദർശന കണക്കുകൾ പരിശോധിച്ചാൽ 2021 4 രാജ്യങ്ങളും 2022 10 രാജ്യങ്ങളും 2023 11 രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് 2024 18 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച സന്ദർശനം 2025 23 രാജ്യങ്ങളിലെത്തി നിൽക്കുകയായിരുന്നു. ഈ വിദേശയാത്രകൾ കേവലം ഔദ്യോഗിക സന്ദർശനങ്ങൾ മാത്രമായിരുന്നില്ലെന്നും മറിച്ച് മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനും വൻതോതിലുള്ള വ്യാപാര നിക്ഷേപ സാധ്യതകൾ സൃഷ്ടിക്കാനും സഹായിച്ചതായും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. ഇതിന് തെളിവായി 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തേക്ക് 381.8 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അഥവാ FDI എത്തിയതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനങ്ങളുടെ ഭാഗമായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കൈവരിച്ച തന്ത്രപ്രധാനമായ കരാറുകളും ധാരണാപത്രങ്ങളുമാണ് രാജ്യത്തേക്ക് ഇത്രയധികം വിദേശ നിക്ഷേപം എത്തുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കിയതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു.